നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങൾ തന്നെ ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മളൊന്ന് അയവിറക്കുകയും അതിൽ തന്നെ നിൽക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ഓരോ ദിവസവും കേരളക്കരയിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ മുമ്പില്ലാത്ത വിധം കാര്യങ്ങൾ വളരെ ആ നിലയിലുള്ള അക്രമങ്ങളും നമ്മൾ കേട്ടാൽ തന്നെ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥമായ ആത്മീയതയെ അന്വേഷിക്കുന്ന ആളുകൾ പലരും പണ്ടില്ലാത്ത വിധം നമ്മുടെ കൂടിവരവുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. കാരണം ദൈവവചനത്തിൽ വേർപെട്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്ന ആളുകൾ കണ്ടാൽ മാത്രമേ അവർക്ക് ഈ സത്യങ്ങളോട് അടുപ്പം ഉണ്ടാകുകയുള്ളൂ. അവര് കർത്താവിനെ കൂടുതൽ അറിയാനായിട്ട് താല്പര്യപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അവര് ഇതും മറ്റു പലയിടത്തുമുള്ള പല തട്ടിപ്പുകൾ പോലെ എന്തോ ഒന്നാണ് എന്നൊക്കെ കരുതി വിട്ടുപോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് അതല്ല പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കേട്ട പല കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകണം. പുതുതായിട്ട് എന്തെങ്കിലും കേൾക്കുന്നതിനേക്കാളും നമുക്കിന്ന് പ്രസക്തമായിരിക്കുന്നത് നമ്മൾ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഭാരം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു മുഖവുര നീട്ടിക്കൊണ്ട് പോകാതെ ഞാനൊരു വാക്യം വായിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായ രണ്ട് കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, പൗലോസിൻ്റെ ആ വാക്കുകൾ, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 12:9 അതിൻ്റെ അവസാന ഭാഗം: ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ പോസിറ്റീവായ രണ്ട് വാക്കുകളുണ്ട്. എന്താ രണ്ട് വാക്കുകൾ? അതിസന്തോഷം, വെറും സന്തോഷമല്ല, അതിസന്തോഷം. മാത്രമല്ല മറ്റൊരു പോസിറ്റീവായ കാര്യം പ്രശംസിക്കും, അതിൽ സന്തോഷിക്കും, അതിസന്തോഷത്തോടെ അതിൽ പ്രശംസിക്കും എന്നുള്ളത്. അപ്പോൾ സന്തോഷവും പ്രശംസയും വളരെ പോസിറ്റീവായ രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുമ്പോൾ തന്നെ അവിടെ നെഗറ്റീവായിട്ട് ഒരു കാര്യത്തെ ചൊല്ലിയാണ് ഈ സന്തോഷവും പ്രശംസയും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തിലാ പ്രശംസിക്കുന്നത് അല്ലെങ്കിൽ എന്തിലാ അതിസന്തോഷമുള്ളത്? നമ്മൾ കാണുന്നു എൻ്റെ ബലഹീനതകൾ, ബലഹീനത, വീക്ക്നെസ്. അയ്യോ, ബലഹീനതയിൽ പ്രശംസിക്കുകയും ബലഹീനതകളിൽ പ്രശംസിക്കുകയും. ബലഹീനത എന്ന് വെച്ചാൽ ക്രിസ്തീയ കോളത്തില് ആ വാക്കിന് ആളുകളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഒരാളെ കുറിച്ച് പറയുക, ഒരു ദൈവദാസനെ കുറിച്ച് പറയുക, അദ്ദേഹം നല്ല ആളൊക്കെയാ, പക്ഷെ അദ്ദേഹത്തിന് ഒരു ബലഹീനതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റായ എന്തോ ഒരു കാര്യമുണ്ട്. അദ്ദേഹം വലിയ മുൻകോപക്കാരനാണെന്നോ അല്ലെങ്കിൽ വളരെ നീളമുള്ള ആളാണെന്നോ അങ്ങനെ എന്തെങ്കിലും വളരെ പാപകരമായ ഒരു കാര്യം അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ടില്ലാത്തത്, അദ്ദേഹം പരിഹരിച്ചിട്ടില്ലാത്തതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വലിയ ആളുകളുടെ ഒരു വീക്ക്നെസ് ആയിട്ട്, ബലഹീനതയായിട്ട് നമ്മൾ പറയുന്നത്. ആ ഒരു പശ്ചാത്തലം ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ 2 കൊരിന്ത്യർ 12:9 വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്താ? പൗലോസിന് ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീനതയിൽ പൗലോസ് ദുഃഖിക്കേണ്ടതിന് പകരം സന്തോഷിക്കുകയും പ്രശംസിക്കുകയുമാണ് എന്ന് നമ്മൾ ധരിച്ചു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ ഭാഗം
വീക്ക്നെസ് എന്ന് പറയുന്നത്, ബലഹീനത എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ വലിയ നേതാക്കളെ കുറിച്ച് അവരുടെ ബലഹീനത, അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ ഒരു പാപം, അല്ലെങ്കിൽ അവരെ പിന്തുടരുന്ന ഏതെങ്കിലും ഒരു ഒഴിവാക്കാനാവാത്ത ഒരു തെറ്റായ ഒരു കാര്യം എന്നുള്ള നിലയിലല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ബലഹീനത എന്ന് പറയുന്നതും ആത്മീയ അർത്ഥത്തില് നല്ല പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്, അല്ലാതെ നെഗറ്റീവായ ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ബലഹീനത എന്താണ്? ഈ ബലഹീനത എന്ന് പറയുന്നത്, പൗലോസ് പറയുന്നത്, എനിക്കൊരു എൻ്റെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ എൻ്റെ മനുഷ്യത്വത്തിൽ ഞാൻ ഒത്തിരി ഒരു സ്വയബലം ഇല്ലാത്തവനാണ്. എനിക്കൊരു സ്വയബലമില്ല. ആ സ്വയബലം ഇല്ലായ്മയാണ് ബലഹീനത എന്നിവിടെ പറയുന്നു. അങ്ങനെ വരുമ്പോൾ ആത്മീയമായ അർത്ഥത്തിൽ ഈ ബലഹീനത എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയ നിയമം പഠിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്കായിട്ട് ഒരു ആദാമ്യ കുലത്തിൽ ജനിച്ച് വളർന്ന ഒരാളുടെ ഒരു ശക്തിയും ബലവും നമുക്കുണ്ടാകരുത്. ആ ബലത്തിനും ശക്തിക്കും ഒരു തകർച്ച ഉണ്ടാകണം. അങ്ങനെ തകർന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുള്ളൂ? അങ്ങനെ നമ്മുടെ സ്വയബലം തകർന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ ബലത്തിൽ നമുക്ക് ആ നിലയിൽ ആശ്രയിക്കാനും ദൈവത്തെ കൂടുതൽ ആ നിലയിൽ നമുക്ക് പിൻപറ്റാനും കഴിയുള്ളൂ. അതുകൊണ്ട് സ്വന്തം ബലം തകരുന്നത് ഒരു നല്ല കാര്യമാണ്. ഇതാണ് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 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 ചെടി ഒരു വൃക്ഷത്തിൽ ചുറ്റിപ്പടരണമെന്നുണ്ടെങ്കിൽ ആ ചെടി സ്വയമായിട്ട് വളരെ ശക്തിയുള്ള വളരെ ബലമുള്ള കമ്പുകളും ഒക്കെ ആണെങ്കിൽ ആ ചെടിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. അടുത്ത് നിൽക്കുന്ന വലിയ മരത്തിൽ ചുറ്റിപ്പടരാനായിട്ടൊക്കെയില്ല. അതേസമയം ആ ചെടി അതിൻ്റെ ബലം തകർന്ന് അതൊരു വള്ളി പോലായെങ്കിൽ, വള്ളി നമുക്കറിയാമല്ലോ, വള്ളിക്ക് സ്വയം നേരെ നിൽക്കാൻ ഒക്കുകയില്ല. നിന്നാൽ ഉടനെ അത് താഴെ വീണു പോകും. അങ്ങനെ ആ ചെടിയുടെ ബലം തകർന്ന് അതൊരു വള്ളിയായി മാറിയാൽ ആ വള്ളിക്ക് എന്തോ ചെയ്യാൻ ഒക്കും? ഈ മരത്തേല് ചുറ്റിപ്പടരാനായിട്ടൊക്കും. ആ മരത്തേൽ ആശ്രയിച്ച് ആ മരത്തെ ചുറ്റിപ്പടർന്ന് ആ മരത്തോട് ചേർന്ന് ആ മരത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കാൻ ഈ ചെടിക്ക് കഴിയും. എപ്പോ കഴിയും? അതൊരു വള്ളിയായി മാറുക. വള്ളിയായി മാറുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ തന്നെ അതിൻ്റെ കമ്പുകൾക്ക് ഒരു ബലമില്ല. അതൊരു വള്ളി പോലെയാണ്. കാറ്റടിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പോൾ അതിന് നേരെ നിൽക്കാൻ വേണ്ടി അത് അടുത്തുള്ള ആ വൃക്ഷത്തില് ചുറ്റിപ്പടരും. നമുക്കും ഇതുപോലെ നമ്മുടെ ഒരു സ്വന്തം ബലം ഇല്ലാതായാൽ, നമ്മളൊരു വള്ളി പോലെ ബലഹീനമായാൽ, നമുക്ക് നമ്മുടേതായ ഒത്തിരി അഭിപ്രായങ്ങളും നമ്മുടേതായ ഒത്തിരി ചിന്തകളും നമ്മുടേതായ ഒത്തിരി കാഴ്ചപ്പാടുകളും ഞാൻ 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 എന്ന മനോഭാവവും ഇല്ലാതായാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ ചുറ്റിപ്പടരാനായിട്ട് കഴിയുള്ളൂ, ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ബലഹീനരാകണം. ആ ബലഹീനത എന്ന് പറയുന്നത് ഒരു പാപം സംബന്ധിച്ച് നമുക്കൊരു ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് എന്താ? നമ്മുടെ സ്വയബലം തകരുന്നതിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുമ്പോൾ ഞാൻ എൻ്റെ ബലഹീനതയിൽ അതിസന്തോഷത്തോടെ പ്രശംസിക്കുമെന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമല്ല, ഒരു കോൺട്രാസ്റ്റ് അല്ല. അത് വളരെ ശരിയായ
ഒരു കാര്യമാണ്. എന്താ? പൗലോസ് വളരെ വളരെ മിടുക്കനായ ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ വലിയ വിദ്യാസമ്പന്നരൊന്നും അല്ലായിരുന്നു. മീൻപിടുത്തക്കാരും സാധാരണ മനുഷ്യരും സമൂഹത്തിൽ താഴേക്കിടയിലൊക്കെ ഉള്ള ആളുകളും ഒക്കെ ആയിരുന്നു. അവരുടെ ഇടയിലേക്കാണ് വിദ്യാസമ്പന്നനും കഴിവുള്ളവനും ഒക്കെയായ പൗലോസൂടെ കടന്നു ചെല്ലുന്നത്. അങ്ങനെ പൗലോസ് അവരുടെ മധ്യത്തിൽ കടന്നു ചെല്ലുമ്പോൾ താന് അവരോടൊപ്പം മുന്നോട്ട് കൂട്ടായ്മയെ ആചരിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ഒക്കെ പോണമെങ്കിൽ തൻ്റെ സ്വന്തം ബലം, തനിക്ക് തന്നിൽ തന്നെയുള്ള പ്രശംസ, തനിക്ക് തന്നെക്കുറിച്ച് തന്നെയുള്ള വലിയ കാഴ്ചപ്പാടിൽ ഒരു തകർച്ച, ഒരു നുറുക്കം, അത് ഉണ്ടായാലേ പറ്റുള്ളൂ. തൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായി. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ വളരെ ശക്തനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ ദൈവത്തിന്റെ വെളിച്ചം അവനെ ചുറ്റിമിന്നി. ദൈവത്തോടൊരു മുഖാമുഖം അവനുണ്ടായി. ആ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ എന്തായി തീർന്നു? പിന്നീട് അവന്റെ ജീവിതത്തിൽ ബലഹീനനായി തീർന്നു, ബലഹീനനായി അവനെ പോവുകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്ന ആ കോണ്ടസ്റ്റ് നോക്കുക. 2 കൊരിന്ത്യർ 12:8-9 വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഇങ്ങനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവത്തോടൊരു മുഖാമുഖം ഉണ്ടായി. താന് ബലഹീനനായി മാറിയെങ്കിലും തൻ്റെ ജീവിതത്തിൽ പിന്നെയും തന്നിലൂടെ ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തി കൊണ്ടും തൻ്റെതായ ആ സംഘാടക മിഴിവ് കൊണ്ടും ഒക്കെ തനിക്ക് പിന്നെയും പ്രശംസയും ബലവും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതാ നമ്മൾ കാണുന്നു, തന്നെ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു. എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ, നിന്നെ ബലഹീനതയിൽ ഇത് നിലനിർത്തും. ഇത് നിന്നെ ബലഹീനതയിൽ നിലനിർത്തും. അതുകൊണ്ട് ഇത് നിനക്ക് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോ പൗലോസ് എന്ത് പറയുന്നു? അതിരിക്കട്ടെ കർത്താവേ, അവിടുത്തെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ഈ കുറവും ഈ ബലഹീനതയിലും ഞാൻ സന്തോഷിക്കും, പ്രശംസിക്കും എന്നൊക്കെ പറയുന്ന കോണ്ടസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന്, ഈ പറച്ചിലിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ഒരു ചിന്ത എന്താ? നമുക്കെടുക്കാവുന്ന ചിന്ത, പൗലോസ് ആയാലും ശരി, വലിയ ദൈവഭൃത്യന്മാരായാലും ശരി, നമ്മളായാലും ശരി, നമ്മളൊക്കെ ദൈവത്തെ വേണ്ട വിധത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ ബലഹീനരാകണം. അങ്ങനെ നമ്മളെ ബലഹീനതയിൽ നിർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ബലഹീനതയിൽ നമ്മളെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ വേണ്ട വിധത്തിൽ ആശ്രയിക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെ തന്നെ അങ്ങ് പുകഴുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു അവസാന നിഗളത്തിൽ അവസാനിച്ച് നഷ്ടമായി പോകും. അത് നമുക്ക് സംഭവിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ നുറുക്കത്തിലും ആ നിലയിൽ ഈ ബലഹീനതയിലും ശക്തിയില്ലായ്മയിലും തകർച്ചയിലും നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വസ്തുത മനസ്സിലായത് കൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, അത് നല്ലതാണ്, എൻ്റെ ബലഹീനത നല്ലതാണ്. ആ ബലഹീനത ഉണ്ടെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എനിക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതം തുടരാനും പൂർത്തീകരിക്കാനും ഒക്കെയുള്ളൂ. അതുകൊണ്ട് ഈ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ പ്രശംസിക്കും എന്നെല്ലാം താൻ ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഓക്കെ, സ്നാനപ്പെട്ടു, ഒരു സഭയിൽ പോകുന്നു, നല്ല സഭയാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് ചുമ്മാതെ പോയാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയബലത്തിന് ഒരു തകർച്ച ഉണ്ടാകണം. ദൈവം
അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവം പല നിലയിൽ നമ്മളെ തകർത്ത് കളയാനായിട്ട്, നമ്മളെ നുറുക്കാനായിട്ട് പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അതിനോട് നമ്മൾ പോസിറ്റീവായിട്ട് സഹകരിച്ചാൽ നമ്മൾ നുറുക്കപ്പെടും. ആ നുറുക്കത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കൈയാളാനായിട്ട് കഴിയും. ആ അനുഗ്രഹങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ അങ്ങനെയുള്ള നുറുക്കം മൂലം നമുക്ക് ലഭ്യമാകുന്ന 7 അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് ബൈബിളിലെ ചില കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ അതിനോട് ചേർത്ത് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. നമുക്ക് ഈ നുറുക്കം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഗുണങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. നുറുകിയാൽ, തകർന്നാൽ ദൈവശക്തി നമ്മിൽ വാഴും. അങ്ങനെ നമ്മൾ നുറുങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് പല ഗുണങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ കൈയാളാനായിട്ട് കഴിയും. അങ്ങനെയുള്ള നുറുക്കത്തിൻ്റെതായ ചില ഗുണങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ നോക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു നുറുക്കം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നുറുക്കത്തിൽ തുടരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നുറുക്കപ്പെട്ടിട്ടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, സ്നാനപ്പെട്ടു, സഭയിൽ പോകുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വയബലത്തിനൊരു തകർച്ചയാണ്. അത് ഈ നാളുകളിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ ഗുണങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത്, ഒന്നുകിൽ ദൈവമേ എന്നെ ഒരു നുറുക്കത്തിലേക്ക് നയിക്കണേ, അല്ലെങ്കിൽ ഈ നുറുക്കത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവമേ അതിൽ തുടരാൻ എന്നെ സഹായിക്കണേ, വീണ്ടും ഞാൻ ശക്തിപ്പെട്ടു പോകാൻ ഇടയാകാതെ എന്നെ സൂക്ഷിക്കണേ. ഈ 2 രീതിയിലും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ നുറുക്കത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് വളരെ വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പഴയ നിയമത്തിലെ നമുക്കറിയാവുന്ന ഒരു പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മോശയെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. നമുക്ക് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ മോശയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. താന് സ്വാഭാവികമായിട്ട് സൗമ്യതയൊക്കെ കൈവെടിഞ്ഞ് തൻ്റെ സഹോദരനായ അഹരോനോടും തൻ്റെ സഹോദരി മിരിയാമിനോടും ഒക്കെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ മോശ എന്തോ ചെയ്തു? മോശ അവിടെ ആ നിലയിൽ വളരെ സൗമ്യമായിട്ട് പെരുമാറിയ ഒരു രംഗത്താണ് ദൈവം മോശയെക്കുറിച്ച് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സംഖ്യാപുസ്തകം 12-3 ദൈവം തന്നെയാണ് മോശയെക്കുറിച്ച് പറയുന്നത്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മോശ നുറുങ്ങപ്പെട്ട ഒരുവനായിരുന്നു. നമുക്കറിയാം, തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട് താന് നുറുങ്ങപ്പെട്ട ഒരുവനായിരുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ മോശ, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ രംഗം നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പൊ ദൈവം എന്താ പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 33-20 എന്താ പറഞ്ഞത്? ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്ന് വെച്ചാൽ അവൻ പിന്നെ അവൻ്റെ പഴയ പൂർണ്ണതയില്, ആ പഴയ ശക്തിയില്, പഴയ ആ ബലത്തിലിരിക്കയില്ല. എന്നെ കണ്ടാൽ പിന്നെ ജീവനോടെ ഇരിക്കയില്ല, മരിച്ചു പോകും എന്ന് പറയുന്നത് പോലെ അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു ഉടവ് സംഭവിക്കും, ഒരു തകർച്ച സംഭവിക്കും, ഒരു നുറുക്കം സംഭവിക്കും എന്ന് ദൈവം തന്നെ
പുറപ്പാട് 33:20 മോശയോട് പറഞ്ഞു. എന്നിട്ട് മോശെ ദൈവത്തിന്റെ ഒരു ദർശനം കണ്ട രംഗം അവിടെ തന്നെ പറയുന്നുണ്ട്. നമുക്ക് സമയചുരുക്കം ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗങ്ങളൊന്നും എടുത്തു വായിക്കുന്നില്ല. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ദൈവത്തിന്റെ ഒരു പിന്നിൽ നിന്നുള്ള ഒരു ദർശനമെങ്കിലും തനിക്ക് ലഭ്യമാകണേ എന്ന് താന് മോശ പ്രാർത്ഥിച്ചു. തനിക്കത് ലഭിച്ചു എന്നൊക്കെ അവിടെ കാണുന്നു. എന്ന് മാത്രമല്ല, ആവർത്തന പുസ്തകം 34:12 നമ്മൾ കാണുന്നത് മോശ ദൈവത്തെ മുഖാമുഖമായിട്ട് ആവർത്തന പുസ്തകം 34:12 യഹോവയെ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. നമ്മളത് ഇംഗ്ലീഷില് 34:10 വാക്യമാണ്. അവിടെ എന്താ കാണുന്നത്? സിൻസ് ദാറ്റ് ടൈം നോ പ്രോഫറ്റ് ഹാസ് റിസൺ ഇൻ ഇസ്രായേൽ ലൈക്ക് മോസസ് വെൻ ദ ലോർഡ് ന്യൂ ഫേസ് ടു ഫേസ്. മുഖാമുഖമായിട്ട് കണ്ടെന്നാണ്, അല്ലാതെ പിന്നിൽ നിന്ന് കണ്ടെന്നല്ല അവിടെ പറയുന്നത്. മുഖാമുഖമായിട്ട് തന്നെ കണ്ടു. മുഖാമുഖമായിട്ട് കണ്ടാൽ എന്ത് സംഭവിക്കും? പിന്നെ ജീവിച്ചിരിക്കയില്ല, തകരും, മരിച്ചു പോകും. മരിച്ചു പോകുക എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ മരിക്കുകയല്ല, മറിച്ച് അവന്റെ ബലം തകർന്നു പോകും. ഇതാണ് ദൈവം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആവർത്തന പുസ്തകം 34:12 നമ്മൾ കണ്ടതുപോലെ ദൈവത്തെ അഭിമുഖമായിട്ട് കണ്ട, ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ട മോശയ്ക്ക് എന്ത് സംഭവിച്ചു? മോശ തകർന്നു പോയി, നുറുങ്ങിപ്പോയി. അങ്ങനെ തകർന്നും നുറുങ്ങിയും പോയ മോശയുടെ ഗുണമാണ് നമ്മള്, പ്രിയപ്പെട്ടവരെ, സംഖ്യാപുസ്തകം 12:3 കണ്ടത്. എന്താ? മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായി തീർന്നു. സൗമ്യത നമുക്കറിയാമല്ലോ. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് താഴ്മയും സൗമ്യതയും കുറിച്ച് പറഞ്ഞു. അങ്ങനെ സൗമ്യത വളരെ വിലപ്പെട്ട ഒരു ഗുണമായിട്ട് കർത്താവ് തന്നെ ആ നിലയില് ഗിരിപ്രഭാഷണത്തില് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് താഴ്മയും സൗമ്യതയും. ഇവിടെ പഴയ നിയമഭക്തനാണെങ്കിലും മോശയ്ക്ക് എന്ത് സംഭവിച്ചു? താൻ നുറുങ്ങിയത് കൊണ്ട് അതീവ സൗമ്യനായി താൻ തീർന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അതീവ സൗമ്യനായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പല രംഗങ്ങൾ മോശയുടെ ജീവിതത്തിൽ നിന്ന് തൻ്റെ സൗമ്യതയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരൊറ്റ സംഭവം മാത്രം നോക്കുക. നമ്മൾ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായം, ആ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ മോശയ്ക്കും അഹരോനും എതിരെ കോരഹ്, ദാഥാൻ, അബീറാം, ഓൻ തുടങ്ങിയവരും 250 പ്രധാന നേതാക്കളും ഇസ്രായേലിലെ പ്രധാന നേതാക്കളും ഒക്കെ മോശയുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന രംഗമാണ് നമ്മള് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം. അപ്പൊ അവിടെ ഈ കോരഹും, ദാഥാനും, അബീറാമും, ഓനും 250 ഇസ്രായേൽ പ്രഭുക്കന്മാരും ഒക്കെ മോശയോട് തട്ടിക്കേറുകയും നീ മാത്രം ഇങ്ങനെ നേതാവായിരുന്നാ മതിയോ എന്നൊക്കെ ചോദിച്ച് മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തിനെതിരെ അവര് ഒരു റിബലുകളായി മാറിയപ്പോ സാധാരണ ആരാണേലും എന്ത് ചെയ്യും? തൻ്റെ പാളയത്തിൽ തന്നെ ഉള്ള ഈ പടയെ അടിച്ചമർത്തും, അല്ലേ? തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, തൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള ആളുകൾ, തന്നേക്കാൾ കുറഞ്ഞ ആളുകൾ തൻ്റെ നേതൃത്വത്തിനെതിരെ ശബ്ദം ഉയർത്തുകയോ അയ്യോ ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരാണെങ്കിലും അതിനെ അടിച്ചമർത്തും. മോശയ്ക്ക് അത് ചെയ്യാമായിരുന്നു. കാര്യം കൂടുതൽ പേര് മോശയോടൊപ്പമാണ്. മോശ പറയാ കോരഹ്, ദാഥാൻ, അബീറാം ഇവരെ ഉടനെ കൈയോടെ വിലങ്ങ് വെച്ച് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യാൻ, തന്നെ അനുസരിക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷെ മോശ അവിടെ ആ മത്സരത്തിനെതിരെ അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കുന്നില്ല. മറിച്ച് താൻ എന്ത് ചെയ്തു? തൻ്റെ നേതൃത്വത്തിനെതിരെ ഈ നിലയില് പാളയത്തിൽ തന്നെ ഒരു പടയുണ്ടായപ്പോൾ, തൻ്റെ ക്യാമ്പിൽ തന്നെ തനിക്കെതിരെ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടായപ്പോ ഈ അതിസൗമ്യനായ മോശ എന്ത് ചെയ്തെന്നാ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ 16-ന്റെ സംഖ്യാപുസ്തകം 16-ന്റെ 4-ാം വാക്യം നോക്കുക. ഇത് കേട്ടപ്പോൾ
മോശ കവിണ്ണു വീണു. മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ഈ കാര്യത്തിനൊന്നും താൻ പ്രതികാരം വീട്ടുന്നില്ല. ഈ കാര്യത്തിനൊന്നും താൻ പകരം ചോദിക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ഇവരോട് കയർത്ത് സംസാരിക്കാതെ, ഇവരോട് പകരം വീട്ടാതെ ഈ കാര്യമെല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് താൻ കവിണ്ണു വീണു എന്ന 16:4 വായിക്കുന്നു. 4 മാത്രമല്ല, ആ അധ്യായത്തിന്റെ 22 വാക്യം നോക്കുക. അവിടെയും ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു എന്നാണ് നമ്മൾ കാണുന്നത്. 45 വാക്യം നോക്കുക. അവിടെയും മോശ കവിണ്ണു വീണു എന്ന് കാണുന്നു. അപ്പൊ നോക്കുക, ഒരേ അധ്യായത്തിൽ തന്നെ സംഖ്യാപുസ്തകം 16:4, 22, 45 മൂന്ന് വട്ടം മോശ കവിണ്ണു വീണു. ഈ കവിണ്ണു വീണ മോശയ്ക്ക് വേറെ മാർഗമില്ലേ? തീർച്ചയായിട്ടും മാർഗമുണ്ട്. താൻ നേതാവാണ്, തന്നെ അനുസരിക്കാൻ ആളുകളുണ്ട്, തന്നോട് മത്സരിച്ച് ഇവരോട് വേണേ പകരം വീട്ടാം. പക്ഷേ മോശ അതല്ല ചെയ്തത്. താൻ തന്നെ തന്നെ ദൈവസന്നിധിയിൽ വെച്ച് താന് കവിണ്ണു വീഴുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് താൻ അങ്ങനെ ചെയ്തു? താന് ദൈവത്തെ ഒരിക്കൽ കണ്ട് താൻ എന്ത് പറ്റി? തനിക്കൊരു നുറുക്കമുണ്ടായി. ആ നുറുക്കത്തിന്റെ ഫലമായിട്ട്, ആ തകർച്ചയുടെ ഫലമായി താൻ അതീവ സൗമ്യനായി തീർന്നു. അതുകൊണ്ടാണ് താന് കവിണ്ണു വീണത് എന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കാം. നമ്മൾ നുറുങ്ങപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മൾ സൗമ്യതയോടെ പെരുമാറുമോ? നുറുങ്ങപ്പെട്ട ഒരാൾക്ക് മാത്രമേ അതീവ സൗമ്യനായിട്ട് പെരുമാറാനായിട്ട് കഴിയുള്ളൂ. നുറുക്കത്തിന്റെ രണ്ടാമതൊരു അനുഭവം, രണ്ടാമതൊരു ഗുണം നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിൽ കാണാം. ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന കാര്യം എന്താ? യാക്കോബ് വളരെ ഉപായിയാണ്. അവന്റെ പേര് തന്നെ അങ്ങനെയാണെന്നാണ് നമുക്ക് അറിയാവുന്നത്. എന്നാൽ സത്യമായിരുന്നു, യാക്കോബ് അങ്ങനെയായിരുന്നു. പക്ഷേ അവന് പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഒരു നുറുക്കത്തിലൂടെ, നമ്മളിപ്പം പറഞ്ഞതുപോലെ ഒരു നുറുക്കത്തിലൂടെ താൻ കടന്നുപോയി. ആ നുറുക്കത്തിലൂടെ കടന്നുപോയപ്പോ യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് തിരിച്ച് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ താന് യാബോക്ക് കടവിൽ വെച്ച് താന് എന്താ അവിടെ തന്നോട് ഓരോ കാര്യങ്ങൾ വരുമ്പോ അവിടെ ദൈവത്തോട് മല്ല് പിടിക്കുന്ന ഒരുവനായിട്ട് യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവന് സൂത്രങ്ങളില്ല, അല്ലെങ്കിൽ പഴയ ഉപായങ്ങളില്ല, തട്ടിപ്പുകളില്ല. താൻ എന്തോ ചെയ്യുന്നു? ആ ദൂതനോട് ഉഷസാകുവോളം മല്ല് പിടിച്ചു. എന്നിട്ട് അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ ദൂതൻ എന്ന് പറയുന്ന ദൈവം തന്നെയാണ്. അവിടുന്ന് എന്ത് ചെയ്തു? അവന്റെ തുടയുടെ തടം തൊട്ടു. തുടയുടെ തടം ഉളുക്കിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈവവും യാക്കോബ് തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടായെന്നും ആ മൽപ്പിടുത്തത്തെ തുടർന്ന് യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി, താൻ അക്ഷരാർത്ഥത്തിൽ തന്നെ തകർന്നു പോയെന്നും ഒക്കെ നമ്മൾ ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാ അവിടെ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയത്? ദൈവം അവനെ ഒന്ന് തൊട്ടു. എന്ന് വെച്ചാൽ ദൈവത്തോട് മല്ല് പിടിച്ചപ്പോ ദൈവത്തോടിന്റെ ഒരു മുഖാമുഖം ഉണ്ടായി. ദൈവത്തെ മുഖാമുഖമായി കണ്ട ഒരുവൻ പിന്നെ ജീവിച്ചിരിക്കയില്ല, അവന്റെ ബലം തകർന്നു പോകും എന്ന് നേരത്തെ മോശയോട് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്ന പുറപ്പാട് പുസ്തകം 33:20 ദൈവം തന്നെ പറഞ്ഞത് ഇവിടെ ആർക്ക് സംഭവിച്ചു? യാക്കോബിന് സംഭവിച്ച് അങ്ങനെ അവൻ തീർത്തും ആ നിലയില് നിസ്സഹായനായിട്ട്, തകർന്നവനായിട്ട്, നുറുങ്ങിയവനായിട്ട് ആയിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ മല്ല് പിടിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ഭാഗത്തെ പലപ്പോഴും ഹോശേയയുടെ പുസ്തകം
ഹോശേയയുടെ പുസ്തകം 12-ാം അധ്യായം 3-4 വാക്യങ്ങളോട് താരതമ്യം ചെയ്ത് പഠിച്ചാലേ ഇവിടെ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചെന്നും ഒക്കെ ഉള്ളതിന്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. എന്തായിരുന്നു യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? ഹോശേയയുടെ പുസ്തകം 12-ന്റെ 3-4 വാക്യങ്ങൾ നോക്കുക. ഈ യാക്കോബ് എന്താ ചെയ്തത്? അവൻ അവന്റെ പുരുഷപ്രായത്തിൽ, ഹോശേയ 12-ന്റെ 4, തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അപ്പോ ഈ മൽപ്പിടുത്തം എന്തായിരുന്നു? ഈ മൽപ്പിടുത്തം ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ച്, ദൈവമേ നീ എന്നെ കൈവിടല്ലേ, ഞാനിപ്പോ തിരിച്ചു ചെല്ലുമ്പോ എൻ്റെ ജ്യേഷ്ഠൻ ഏശാവ് ഒക്കെ എന്നോട് ചിലപ്പോ പകരം വീട്ടും, നീ എൻ്റെ കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് അവന്റെ എല്ലാ നിലയിലുള്ള കണക്കുകൂട്ടലുകളും എല്ലാം താഴ്ത്തി വെച്ച് ദൈവത്തിൽ തന്നെ ശരണപ്പെടുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയില് ദൈവത്തോട് പോരാടിയ ഒരു കാര്യത്തെയാണ് ദൈവത്തോട് മല്ല് പിടിച്ചു എന്ന് നമ്മളിവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് യാക്കോബ് എന്തായി തീർന്നു? യാക്കോബ് ശരിക്കും തകർന്നു പോയി. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. യാക്കോബ് ഭയങ്കര ഉപായിയും എല്ലാമായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യാക്കോബ് എല്ലാരെയും കബളിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പനെ കബളിപ്പിച്ചു, ഇസാക്ക് കണ്ണ് കാണാതിരുന്ന ഇസാക്കിനെ കബളിപ്പിച്ച് അനുഗ്രഹം തട്ടിയെടുത്തു. ഏശാവിനെ കബളിപ്പിച്ചു, ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചു. അങ്ങനെ ഒടുവില് ലാബാന്റെ അടുത്ത് ചെന്ന അമ്മായിയപ്പനായ ലാബാനെ പല കാര്യങ്ങളിലെ കബളിപ്പിച്ചു. അങ്ങനെയെല്ലാം വലിയ ഉപായിയും വലിയ ശക്തനുമായിരുന്നു ഈ യാക്കോബ്. പക്ഷെ ആ യാക്കോബിന് ഇവിടെ യാബോക്ക് കടവിൽ വെച്ച് ദൈവത്തോടൊരു ആ നിലയിൽ ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് ഒരു മൽപ്പിടുത്തം ഉണ്ടായപ്പോൾ അവിടെ തൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകത്തക്കവണ്ണം ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോ അവൻ തീർത്തും തകർന്നു പോയി, കരഞ്ഞപേക്ഷിച്ചു. അവൻ എന്തായി തീർന്നു? ഒരു ഉപായങ്ങളും ഇല്ലാത്തവനായി. അവന് ആ നിലയില് സൂത്രങ്ങളോ ഉപായങ്ങളോ തട്ടിപ്പുകളോ ഇല്ലാത്ത പുതിയൊരു യാക്കോബായിട്ട് ദൈവം അവന്റെ പേരും മാറ്റി. ഉപായി എന്നുള്ള പേരും മാറ്റി, ഇസ്രായേൽ എന്നുള്ള പേരും നൽകി. കണ്ടോ? അപ്പോ നുറുങ്ങപ്പെട്ട ഒരുവന് എന്തുണ്ട്? അവന്റെ പഴയ സ്വഭാവം, പഴയ ഉപായങ്ങള്, പഴയ തട്ടിപ്പുകളൊക്കെ നഷ്ടമായി. അവൻ കൂടുതൽ സിമ്പിളായി തീരും. അവന് ദൈവത്തിൽ മാത്രം ആശ്രയമുള്ളവനായി തീരും. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നവനായി തീരും. ദൈവത്തിന്റെ സന്നിധിയില് കരഞ്ഞും നിലവിളിച്ചും ജീവിക്കുന്നവനായി തീരും. അവന്റെ ഒരു സ്വയബലം തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മള് പഴയ നിയമത്തിലെ 2 പേരുടെ കാര്യം പറഞ്ഞു. മോശ എന്തായി തീർന്നു? മോശ നുറുക്കത്തെ തുടർന്ന് അതീവ സൗമ്യനായി തീർന്നു എന്ന് ദൈവം തന്നെ സർട്ടിഫൈ ചെയ്തു. ഇവിടെ യാക്കോബ് വലിയ ഉപായിയും കബളിപ്പിക്കലുകാരനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ അവന്റെ പിന്നീടുള്ള ജീവിതത്തിൽ അവൻ എന്തായിരുന്നു? അവൻ എന്നും ആ നുറുക്കമുള്ളവനായിരുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ പിന്നീടുള്ള ജീവിതത്തിൽ അവന് ഈ നിലയില് തുടയുടെ തട ഉളുക്കിയവനായിട്ട് ഒരു മുടന്തനെ പോലെ വടിയും പിടിച്ചാ നിൽക്കുന്നത്. നമ്മളങ്ങനെ കാണുന്നുണ്ട്. നമ്മള് ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 31-ാമത്തെ വാക്യത്തില് ജോസഫിനോട് ജീവിതത്തിന്റെ അവസാന കാലത്ത് സംസാരിക്കുമ്പോൾ അവൻ കട്ടിലിന്റെ തലയ്ക്കൽ ചാരിക്കൊണ്ടാ സംസാരിക്കുന്നത് യാക്കോബ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-21 നമ്മൾ കാണുന്നിടത്ത് അവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത് എങ്ങനെയാ യാക്കോബ് ഒടുവില് മക്കളെയൊക്കെ അനുഗ്രഹിച്ചത്? വടിമേൽ ചാരിക്കൊണ്ട്. എന്ന് വെച്ചാൽ അവന്റെ ആ നുറുക്കം, ആ തകർച്ച, ആ ഉളുക്ക് ജീവിതത്തിൽ പിന്നീട് ഒന്നും ഉണ്ടായിരുന്നു. അവൻ പിന്നീട് ഒരിക്കലും ഉപായിയോ കബളിപ്പിക്കലുകാരനോ ആയി തീർന്നില്ല. മറിച്ച് ദൈവത്തിന്റെ പ്രഭുവായിട്ട്, ഇസ്രായേലായിട്ട് മാറി തീർന്നു. കണ്ടോ നുറുക്കം ഒരാളിൽ വരുത്തുന്ന മാറ്റം? നമുക്ക്
നുറുങ്ങിയ മറ്റൊരാളെ കുറിച്ച് നോക്കാം. ദാവീദിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ദാവീദ് ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഒരാളായിരുന്നു. നുറുങ്ങിയവൻ അവന്റെ മറ്റൊരു മൂന്നാമത്തെ ഒരു പ്രത്യേകത, അവന് തന്നെ തന്നെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമില്ല. അവൻ എന്താണ്? അനുതാപം അവനോട് വളരെ അടുത്താണ്, വളരെ അടുത്താണ്. ഇതാണ് ദാവീദിന്റെ അനുഭവം നമ്മളോട് പറയുന്നത്. ദാവീദിന്റെ അനുഭവം നമുക്കറിയാം. 2 സങ്കീർത്തനങ്ങളില് ദാവീദ് തകർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള 2 സങ്കീർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ ഓർമ്മയുള്ള സങ്കീർത്തനങ്ങളാണ്. എന്താ അവിടെ ദാവീദ് 51 സങ്കീർത്തനത്തില് പറയുന്നുണ്ട്. 51 സങ്കീർത്തനത്തിന്റെ 17 വാക്യത്തിൽ ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. അതുപോലെ 34 സങ്കീർത്തനത്തിലും അതിന്റെ 18 വാക്യത്തിലും ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദാവീദ് തന്റെ ജീവിതത്തിൽ താന് ദൈവസന്നിധിയിൽ തകർന്ന നുറുങ്ങിയ ഒരുവനായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ കാണുന്നത്? 51 സങ്കീർത്തനത്തിൽ എന്താ കാണുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു. എന്താ തെറ്റ്? ബേത്ശേബ സംഭവമാണ്. 51 സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ആ ബേത്ശേബയെ താൻ ഭാര്യയായിട്ട് എടുക്കുകയും ഊരിയാവിനോട് വളരെ മോശമായിട്ടും പെരുമാറി അവന്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്ത ആ ദാവീദ്, പക്ഷേ നാഥാൻ പ്രവാചകൻ വന്ന് അവന്റെ കുറ്റം അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദ് തകർന്നുപോയി. അവൻ തന്റെ തെറ്റിനെ ന്യായീകരിക്കുകയില്ല. അതിന്റെ 51 സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ കണ്ടോ? അവിടെ അവന്റെ തെറ്റുകളെ ന്യായീകരിക്കുകയല്ല, മറിച്ച് പറയുന്നു, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ ദാവീദ് പറയുന്നത്. അപ്പോ നുറുങ്ങപ്പെട്ട ഒരുവന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താ? അവനൊരു തെറ്റ് സംഭവിച്ചാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കുകയില്ല. ആ തെറ്റിനെ കുറിച്ച് ബോധ്യം വന്നാൽ അത് സമ്മതിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അനുതാപം അവനോട് വളരെ അടുത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നുറുങ്ങിയിട്ടുണ്ടോ എന്ന് ഈ ഒരു വ്യവസ്ഥ വെച്ച് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു. നമ്മുടെ ഒരു സഹോദരൻ നമ്മളെ അത് ചൂണ്ടിക്കാണിച്ചു. നാഥാൻ പ്രവാചകൻ വന്ന് രാജാവാണ് ദാവീദ്. പ്രവാചകൻ വന്ന് ആ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ വേണമെങ്കിൽ രാജാവിന് ഈ പ്രവാചകനെ കൊല്ലുകയോ ജയിലിലാക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ തന്നേക്കാൾ ചെറിയ ഒരാള് വന്ന് തൻ്റെ കുറ്റം ചൂണ്ടിക്കാണിച്ചപ്പോൾ ദാവീദ് രാജാവ് അതിനു മുമ്പാകെ തകർന്നു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു എന്നൊക്കെയാണ് താന് ഏറ്റുപറയുന്നത്. അപ്പോ നോക്കുക, അത് നുറുങ്ങപ്പെട്ട ഒരാളിന്റെ പ്രത്യേകതയാണ്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമുള്ളവനാണ്. അതുകൊണ്ട് ദാവീദ് ആ നിലയിൽ പെരുമാറി. നമ്മുടെ ജീവിതത്തിൽ അനുതാപം നമുക്ക് വളരെ അടുത്താണോ? നമ്മളെക്കാൾ ചെറിയ ഒരാള് നമ്മുടെ കുറ്റം ചൂണ്ടിക്കാണിച്ചു തന്നാൽ അത് ശരിയാണെങ്കിൽ അതിൻ്റെ മുമ്പാകെ മാനസാന്തരപ്പെടാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മുടെ കുറ്റങ്ങൾ ഒരാൾ പറയുമ്പോൾ ഒരു സ്വയന്യായീകരണം ഇല്ലാതെ അത് ശരിയാണെങ്കിൽ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നുറുങ്ങപ്പെട്ട ഒരാളിന്റെ പ്രത്യേകത ഈ കാര്യങ്ങളാണ്. അപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, മോശയുടെ കാര്യം വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അതിസൗമ്യനായിരുന്നു. നുറുങ്ങപ്പെട്ട ഒരുവൻ അതിസൗമ്യനായിരിക്കും. യാക്കോബിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവന് ഒരു കാലത്ത് ഉപായിയും സൂത്രക്കാരനുമായിരുന്നെങ്കിൽ പിന്നീട് ജീവിതത്തിൽ വളരെ സത്യസന്ധനും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനുമായി യാക്കോബ് മാറി. ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദാവീദ് നുറുങ്ങപ്പെട്ടവനായതുകൊണ്ട് അവന്റെ കുറ്റം ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു സ്വയന്യായീകരണം ഇല്ലാതെ അത് സമ്മതിക്കുകയും അനുതാപം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നവനായിരുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്?
നാലാമത്തെ നുറുങ്ങപ്പെട്ട ഒരാളുടെ കാര്യം നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ദാവീദിന്റെ ജീവിതത്തോട് തന്നെ ചേർത്ത്. നുറുങ്ങപ്പെട്ട ഒരുവന് ലോകത്തിന്റെ മാനം, ആളുകളുടെ മാനം അവന് വിഷയമല്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സങ്കീർത്തനം തന്നെ നോക്കുക. 51 സങ്കീർത്തനം ഏത് രംഗത്താ താൻ എഴുതിയത്? ബേശേബയെ ആ സംഭവത്തോട് അനുബന്ധിച്ച് നാഥാൻ പ്രവാചകൻ തന്റെ തെറ്റ് ബോധ്യപ്പെടുത്തിയപ്പോ ദാവീദ് എന്തോ ചെയ്തു? ദാവീദ് അത് വെച്ച് ഒരു വലിയ പാട്ടങ്ങ് എഴുതുക ചെയ്തു. ഈ പാട്ട് എഴുതിയാൽ എന്തോ പറ്റും? ഈ സങ്കീർത്തനം എഴുതിയാൽ എന്തോ പറ്റും? ഓ, രാജകൊട്ടാരത്തിലെ കവികളും ഗായകരും ഒക്കെ ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കും. ആ പാട്ടിൽ എന്തുവാ പറയുന്നത്? അവരുടെ രാജാവ് മഹാമോശക്കാരനാ, അവന് ഭയങ്കര തെറ്റ് കാണിച്ചവനാണ്, ഒരു പാവപ്പെട്ട സ്ത്രീയെ തട്ടിയെടുത്തവനാണ്, അവളുടെ ഭർത്താവിനെ കൊന്നവനാണ് എന്നൊക്കെയുള്ള ഈ രാജാവിന്റെ ദുഷ്ടതയാണ് പാട്ടായിട്ട് ഈ 51 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ എഴുതി വെച്ചേക്കുന്നത്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായാൽ അതെവിടെയെങ്കിലും ആരും അറിയരുതെന്നല്ലേ നമ്മുടെ വിചാരം. ഇത് ദാവീദ് എന്തോ ചെയ്തു? അതിനെക്കുറിച്ച് ഒരു സങ്കീർത്തനം തന്നെ രചിച്ചു. ഓ, കൊട്ടാരത്തിലെ കവികളെല്ലാം അത് പാടിക്കൊണ്ട് നടന്നു, സംഗീതക്കാരൊക്കെ അത് പാടിക്കൊണ്ട് നടന്നു, രാജ്യം മുഴുവൻ അത് അറിഞ്ഞു. നാഥാൻ പ്രവാചകനും ദാവീദും മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അനുദപിച്ച ദാവീദ് അതിനെക്കുറിച്ച് ഒരു സങ്കീർത്തനം തന്നെ രചിച്ചത് കൊണ്ട് തൻ്റെ മാനം, തൻ്റെ അഭിമാനമൊക്കെ ആ നാട്ടിലെ എല്ലാവരുടെയും മുമ്പിൽ തകർന്നു വീണു. പക്ഷേ നുറുങ്ങപ്പെട്ട ദാവീദിന് അതൊരു പ്രശ്നമല്ലായിരുന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ നുറുക്കത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നൊക്കെ പറയുന്ന 34 സങ്കീർത്തനം കണ്ടോ? ആ 34 സങ്കീർത്തനം എഴുതിയത് ഏത് കോണ്ടെക്സ്റ്റിലാ? നമ്മൾ ആ 34 സങ്കീർത്തനത്തിന്റെ തലവാചകങ്ങൾ നോക്കുക. ഏത് സാഹചര്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്? അബീമേലേക്ക് അതായത് ഫെലിസ്തീനായ ഗത്തിലെ ആകീഷ് ഈ ദാവീദ് വന്നപ്പോ ദാവീദിനെ പിടിച്ച് തടവിൽ ഇടുമെന്നോറ്റോ പേടിച്ചപ്പം ദാവീദ് എന്തോ ചെയ്തു? ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചു. ഈ സംഭവം നമ്മൾ എവിടെയാ കാണുന്നത്? നമ്മൾ കാണുന്നത് 1 ശമൂവേൽ 21-10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. 1 ശമൂവേൽ 21-10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാൻ സമയമില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് ആ ഭാഗം വായിച്ചു നോക്കിയാൽ നമ്മൾ ദാവീദിനെ ഓർത്ത് നമ്മൾ ചിരിച്ചു പോകും. ഈ ദാവീദ് വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ട് ഈ നിലയിൽ ബുദ്ധിഭ്രമം നടിച്ച് രാജാവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി വായിൽ കൂടെ തുപ്പലും ഒലിപ്പിച്ച് അവിടുത്തെ കഥകയിലും ഒക്കെ എഴുതുന്നതായിട്ടൊക്കെ ഭാവിച്ച് ചുരുക്കത്തിൽ അബീമേലേക്ക് നോക്കിയപ്പോ, അല്ലെങ്കിൽ ആഖീഷ് നോക്കിയപ്പോ, അബീമേലേക്ക് എന്നുള്ളത് ആഖീഷിന്റെ സ്ഥാനപ്പേര് രണ്ടും ഒരാളാണ്. 1 ശമൂവേൽ 21-10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 34 സങ്കീർത്തനത്തിന്റെ ആ തുടക്കത്തില് ആ സങ്കീർത്തനം എഴുതാൻ ഉണ്ടായ സാഹചര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 1 ശമൂവേൽ 21-10-15 താരതമ്യപ്പെടുത്തി വായിക്കുക. അപ്പൊ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ആഖീഷ് അല്ലെങ്കിൽ അബീമേലേക്ക്, ഈ ആഖീഷ് അബീമേലേക്ക് തന്നെ പിടിച്ച് തടവിലാക്കുകയോ വല്ലതും ചെയ്തേക്കും എന്ന് ദാവീദ് പേടിച്ചപ്പം ദാവീദ് ബുദ്ധിഭ്രമം നടിച്ചു, ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി. അത് കേട്ടാല് ഈ ദാവീദിനെ കുറിച്ച് ആളുകളുടെ മതിപ്പ് കൂടുമോ കുറയുമോ? മതിപ്പ് കുറയേ ഉള്ളൂ. പക്ഷേ ഈ കാര്യം വെച്ചിട്ട് ദാവീദ് ഒരു സങ്കീർത്തനം എഴുതുമ്പോൾ ആ സങ്കീർത്തനം എല്ലാവരും വായിച്ചും പാട്ടുകാർ പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ ദാവീദിനുണ്ടായ ഈ ഒരു ദുര്യോഗം ലോകം മുഴുവൻ അറിയും. ലോകം മുഴുവൻ അറിയാൻ ഇടയാക്കിയത് ആരാ?
ദാവീദ് തന്നെ. ദാവീദ് അതിനെക്കുറിച്ച് ഒരു സങ്കീർത്തനം രചിക്കാതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു. 51 സങ്കീർത്തനം ബേശേബ സംഭവത്തെക്കുറിച്ചൊരു സങ്കീർത്തനം രചിക്കാതിരുന്നെങ്കിൽ അത് പലരും അറിയുകയില്ലായിരുന്നു. ഈ ഗത്തിലെ രാജാവായ ആകീശിന്റെ മുമ്പാകെ ബുദ്ധിഭ്രമം നടിച്ച സംഭവം ഈ സങ്കീർത്തനം 34 സങ്കീർത്തനം എഴുതിയില്ലായിരുന്നെങ്കിൽ ആരും അറിയുകയില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തിനാണ് ദാവീദ് 51 സങ്കീർത്തനവും 34 സങ്കീർത്തനവും എഴുതിയത്? വാക്കും ഭാഷണവും കൂടാതെ ആ സങ്കീർത്തനങ്ങളുടെ എഴുത്ത് നമ്മളോടൊരു കാര്യം പറയുന്നു. എന്താ പറയുന്നത്? ദാവീദിന് ആളുകളുടെ മാന്യത ഒന്നും തനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. ലോകമാനം താൻ നോക്കുന്ന ആളല്ലായിരുന്നു. ആളുകൾ എന്നെ ബഹുമാനിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ലായിരുന്നു. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നല്ലാതെ അനുതാപം വന്നപ്പോൾ അതിനെക്കുറിച്ചൊരു സങ്കീർത്തനം എഴുതി. ദൈവമേ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. ഹന്യയാഗങ്ങൾ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഭോജനയാഗം ഞാൻ നൽകുമായിരുന്നു. പക്ഷേ നിനക്ക് അതിനേക്കാളൊക്കെ പ്രധാനം തകർന്ന നുറുങ്ങിയ ഒരു ഹൃദയമാണെന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് ഈ 51 സങ്കീർത്തനത്തിൽ പറയുന്നത്. 34 സങ്കീർത്തനത്തിലും ആ നിലയില് ഹൃദയം നുറുങ്ങിയവർക്ക്, മനസ്സ് തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരു നുറുക്കം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമുമ്പാകെ നമ്മളൊന്ന് നുറുങ്ങിയവരാണെങ്കിൽ, നുറുക്കത്തിൽ തുടരുന്നവരാണെങ്കിൽ, ലോകം നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് നമുക്ക് പ്രശ്നമാകുകയില്ല. മറ്റുള്ളവരുടെ മാനം നമ്മൾ തേടുകയില്ല. ദൈവസന്നിധി, ദൈവം എന്നെ അംഗീകരിച്ചാൽ മതി, മറ്റാരും അംഗീകരിക്കണമെന്നില്ല എന്നൊരു മനോഭാവത്തിൽ നമ്മൾ വരും. ഈ കാര്യമാണ് നമ്മൾ ഇവിടെ നമ്മൾ വായിച്ച നുറുങ്ങപ്പെട്ട ഒരാളിൻ്റെ 4-ാമത്തെ ഗുണമായിട്ട് പറയുന്നത്. 5-ാമത്തെ ഗുണവും ഇതേ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താ 5-ാമത്തെ ഗുണം? നമ്മൾ 34 ഇപ്പൊ പറഞ്ഞ 34 സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യം നോക്കുക. അവിടെ എന്താ പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പോ അതിന്റെ അർത്ഥം എന്താ? നമ്മള് യഥാർത്ഥത്തിൽ നുറുങ്ങപ്പെട്ടാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ കൂടുതൽ അനുഭവിച്ചറിയാൻ നമ്മൾ എന്താ വേണ്ടത്? ഒരു നുറുങ്ങപ്പെട്ട ഹൃദയമാണ് വേണ്ടത്. ആ നുറുങ്ങപ്പെട്ട ഹൃദയം നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം, എബ്രായർ 12:2 നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമ്മൾ നോക്കുമ്പോ എന്താ ദൈവത്തിന്റെ വിശുദ്ധിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എത്ര കുറവുകളുള്ളവരായിട്ട് നമ്മളെ തന്നെ കണ്ട് നമുക്ക് ഒരു തകർന്ന നുറുങ്ങിയ ഒരു അനുതാപമുള്ള ഒരു ഹൃദയം മിക്കപ്പോഴും ഉണ്ടാകും. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം കർത്താവിനെ നോക്കുമ്പോൾ, അയ്യോ, എനിക്ക് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും അതിൻ്റെ പിന്നിലെ മനോഭാവം ശരിയല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കാണിച്ച ചില കാര്യങ്ങൾ, ഇതെല്ലാം വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു തകർച്ചയും നുറുക്കവുമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ തകർന്നും നുറുങ്ങിയും ഇരുന്നാൽ അതിൻ്റെ ഗുണമെന്താ? ഗുണം ഇപ്പൊ 34 സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാമീപ്യം നമുക്ക് കൂടുതൽ അറിയണോ? നമ്മൾ എന്ത് മതി? നമ്മളൊരു നുറുങ്ങപ്പെട്ടവനായിരുന്നാൽ മതി. നുറുങ്ങപ്പെട്ടവനായിരുന്നാൽ കൊച്ചു തെറ്റുകൾ പോലും നമുക്ക് പ്രശ്നമായി വരും. ആ കൊച്ചു തെറ്റുകളുടെ മുമ്പിൽ നമ്മൾ ഹൃദയം നുറുങ്ങിയവരായിട്ടായിരിക്കും. ഹൃദയം നുറുങ്ങിയാൽ ദൈവ സാന്നിധ്യത്തെ നമുക്ക് കൂടുതൽ അറിയാനായിട്ടൊക്കും. നുറുങ്ങപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം അതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ നുറുങ്ങിയവർക്ക് ദൈവ സാന്നിധ്യ ബോധത്തിൽ സദാ ജീവിക്കാനായിട്ട് കഴിയും. നുറുങ്ങപ്പെട്ട ഒരുവന് ലോകം എന്തോ പറയുന്നു, ലോകത്തിന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നതിലല്ല അവൻ ജീവിക്കുന്നത്.
നുറുങ്ങപ്പെട്ട ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വയന്യായീകരണമില്ലാതെ തെറ്റുകൾ സമ്മതിക്കും. അവനോട് അനുതാപം വളരെ അടുത്തായിരിക്കും. നുറുങ്ങപ്പെട്ട ഒരുവൻ സൂത്രങ്ങളും ഉപായങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ താനായിരിക്കുന്ന നിലയിലായിരിക്കും. നുറുങ്ങപ്പെട്ട ഒരുവൻ അതീവ സൗമ്യനായിരിക്കും. നോക്കുക, നമ്മൾ നുറുക്കത്തിന്റെ 5 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു. 2 കാര്യങ്ങളൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നുറുങ്ങപ്പെട്ട ഒരുവന്റെ 6ാമത്തെ ഒരു പ്രത്യേകത എന്താ? നുറുങ്ങിയവന് പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ പരാതി പറയാതെ ദൈവത്തിന്റെ പദ്ധതിയെ അവൻ കാണും. നമ്മളിത് പറയുമ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് പൗലോസിനെ തന്നെ എടുക്കാം. നമ്മൾ 2 കൊരിന്ത്യർ 12 പൗലോസിന്റെ അനുഭവം വായിച്ചാണല്ലോ നമ്മൾ തുടങ്ങിയത്. ആ ഭാഗം തന്നെ നമുക്ക് എടുക്കാം. ആ ഭാഗത്ത് പൗലോസ് എന്താ നുറുങ്ങപ്പെട്ട ഒരുവനായിട്ടാണ് നിൽക്കുന്നത്. ആ നുറുങ്ങപ്പെട്ട ഒരുവന് പ്രതികൂലമായ പല സാഹചര്യങ്ങള് ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്തൊക്കെയാ അവിടെ കാണുന്നത്? പല പ്രതികൂല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പല കഷ്ടങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ, പല വിഷമങ്ങൾ താൻ അറിയുന്നു. എന്തൊക്കെയാ അവിടെ കാണുന്നത്? എന്തൊക്കെയാ കാണുന്നത്? ജഡത്തിൽ ഒരു ശൂലം, അത് തന്നെ കുത്തുന്നു, അത് തന്നെ കുത്തുന്നു. താന് ആ നിലയില് വളരെ നുറുങ്ങിപ്പോകുന്നു. അങ്ങനെ ഒക്കെ സാധാരണ ആളുകള് സ്വാഗതം ചെയ്യാത്ത ചില കാര്യങ്ങളാണ്, പ്രതികൂലമായ സാഹചര്യമാണ് ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തൊക്കെയാ? തന്നെ നിരന്തരം കുത്തുന്ന ഒരു ശൂലം. സാത്താന്റെ ദൂതൻ വന്ന് തന്നെ നിരന്തരം കുത്തുകയാണ്. എന്തോ വിട്ടുമാറാത്ത ഏതോ ഒരു അസുഖമാണ് പൗലോസിനെ വേട്ടയാടിയത് എന്ന് ചില വേദപണ്ഡിതന്മാര് ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു. ഈ അസുഖം തന്നെ വിട്ടുമാറാൻ വേണ്ടി പൗലോസ് എന്തോ ചെയ്തു? പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു, 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് അസുഖം മാറ്റിക്കൊടുത്തോ? പ്രാർത്ഥിച്ച് അനേകരുടെ അസുഖങ്ങൾ മാറ്റിയ ആളാ പൗലോസ്. പക്ഷെ തൻ്റെ കഷ്ടം, തന്നെ ശൂലം കൊണ്ട് കുത്തുന്ന ഈ അനുഭവം ഒന്ന് മാറ്റിത്തരാൻ പൗലോസ് തൻ്റെ കാര്യം പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, അതവിടെ ഇരുന്നോട്ടെ. അത് മാറ്റിക്കൊടുത്തില്ല. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് ഒരു നുറുക്കത്തിന്റെ പ്രാധാന്യം കർത്താവ് കാണിക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ നീ ചിലപ്പം ഈ ദമസ്കോസിന്റെ പടിവാതിക്കൽ നിനക്കൊരു നുറുക്കമുണ്ടായി, ശരിയാണ്. പക്ഷെ ഇപ്പം നിനക്ക് ധാരാളം വെളിപ്പാടുകൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന പുതിയ നിയമ സത്യങ്ങൾ കൂടുതലും ആരിലൂടെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്? പൗലോസിനെ അത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഈ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലോസ് ചിലപ്പോൾ നിഗളിച്ചു പോകാം, വീണ്ടും അവൻ ശക്തനായി പോകാം. നുറുക്കത്തിൽ നിന്ന് മാറി വീണ്ടും അവൻ ശക്തിപ്പെട്ട സ്വയബലമുള്ള ഒരുവനായി തീരാം എന്നൊരു അപകടം കണ്ടോണ്ട് കർത്താവ് ഈ ശൂലവും ഈ കുത്തുന്ന ദൂതനെയും ഒക്കെ വെച്ചിരിക്കുകയാണ്. അത് മാറ്റിക്കൊടുക്കുന്നില്ല. പക്ഷെ മനുഷ്യനെന്നുള്ള നിലയിൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഷ്ടം പിടിച്ച ഒരു ജീവിതമാണ്, അല്ലേ? ഈ ക്ലേശം മാറുന്നില്ല, ഈ ദുരിതം മാറുന്നില്ല, തൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടുന്നില്ല, ഈ പ്രതികൂല സാഹചര്യം മാറിപ്പോകുന്നില്ല. പക്ഷേ ആ മാറിപ്പോകാത്ത പ്രതികൂല സാഹചര്യത്തിൽ താൻ എന്ത് കാണുന്നു? താൻ ഇവിടെ ഇതിൻ്റെ നമ്മൾ വായിച്ച വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തിൽ താൻ അതിസന്തോഷത്തോടെ പ്രശംസിക്കുകയാണെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? തനിക്കൊരു പരാതിയില്ല, ഈ കഷ്ടപ്പാട് എന്താ ദൈവം മാറ്റാത്തത് എന്നൊരു പിറുപിറുപ്പില്ല.
ഒരു കയ്പില്ല. മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയെ ആ നിലയിൽ തന്നെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നുറുങ്ങപ്പെട്ട ഒരുവന്റെ സ്വഭാവമാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലവട്ടം പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകാം, നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാം, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകാം. പല രംഗങ്ങളുണ്ടാവാം. ദൈവം എന്താ ഇത് മാറ്റി തരാത്തത്? ദൈവം എന്താ പറയുന്നത്? അതവിടെ ഇരിക്കട്ടെ, അത് നിനക്ക് നല്ലതാണ്. നീ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അനുവദിച്ചിരിക്കുന്ന ഒരു ശൂലമാണ് എന്ന് കാണുമ്പോ ആ ശൂലത്തിനു വേണ്ടി അതിസന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുകയും അതിൽ അങ്ങനെ എന്നെ ബലഹീനനാക്കി നിർത്തുന്ന ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയും. നുറുങ്ങപ്പെട്ട ഒരാൾക്കേ അത് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നുറുങ്ങപ്പെട്ടവനാണോ എന്നെങ്ങനെ അറിയാം? പ്രതികൂലമായ സാഹചര്യങ്ങളിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ കാണുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നുറുങ്ങപ്പെട്ട ഒരുവനാണ്. അപ്പൊ നുറുങ്ങപ്പെട്ട ഒരാളിന്റെ ആറാമത്തെ പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏഴാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നുറുങ്ങപ്പെട്ട ഒരുവൻ തൻ്റെ ജീവിതത്തില് തനിക്കെതിരായി വരുന്ന ആളുകളെ കാണുകയില്ല. ആളുകളെ എല്ലാം താൻ വെറുതെ വിടും. മറിച്ച് ആ സാഹചര്യത്തിൽ ദൈവത്തെ മാത്രം കാണും. ഇത് പറയാനും നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ എടുക്കാം. അത് മറ്റാരുമല്ല, ജോസഫ്. ജോസഫ് ചെറുപ്പത്തിൽ തന്നെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി നുറുക്കപ്പെട്ട ഒരുവനാണ്, നമുക്കറിയാം. ആ സഹോദരങ്ങൾ തന്നെ ഒറ്റിക്കൊടുക്കുന്നു. പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ജയിലിലാകുന്നു. ഈ നിലയിലൊക്കെ ഒരു തെറ്റും ചെയ്യാതെ പല ക്ലേശങ്ങൾ അനുഭവിച്ച് നുറുങ്ങപ്പെട്ടവനായി നിന്ന ജോസഫ്. ആ ജോസഫ് പക്ഷേ തൻ്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ ജോസഫ് ഒടുവിലായിട്ട് തൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ, ഫറവോന്റെ പ്രധാനമന്ത്രി ആയിരിക്കെ താന് തൻ്റെ സഹോദരന്മാരുടെ മുമ്പാകെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു രംഗം. വെളിപ്പെടുത്തുന്ന ആ രംഗത്ത് എന്തുവാ താൻ പറയുന്നത്? താൻ അവിടെ തന്നെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞ സഹോദരന്മാരെ കാണുന്നില്ല. തന്നോട് മോശമായി പെരുമാറിയ തൻ്റെ രക്തബന്ധങ്ങളെ താൻ കാണുന്നില്ല. മറ്റാളുകളെ താൻ കാണുന്നില്ല. തന്നെ ഉപദ്രവിച്ച ആളുകളെ ആരെയും കാണുന്നില്ല. മറിച്ച് അവിടെ ആരെ കാണുന്നു? ദൈവം അനുവദിച്ച സാഹചര്യമാണ്, ഇതെല്ലാം നന്മയ്ക്കാണ് എന്ന് താൻ അവിടെ കാണുന്ന ഭാഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ജോസഫ് സഹോദരന്മാരോട് പറയുക, എന്നെ വിറ്റതോർത്തൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ദൈവം ആണ് ഇങ്ങോട്ട് ഈ മിസ്രൈമിലേക്ക് എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചത്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 7-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് അത് വീണ്ടും ആവർത്തിക്കുന്നു. ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്. സത്യത്തെ ദൈവമാണോ ഇവര് സഹോദരന്മാര് വിറ്റത് കൊണ്ടല്ലേ? അതെ. പക്ഷെ ദൈവത്തിന്റെ വഴികളെ താൻ കാണുന്നു. തന്നെ വിറ്റ സഹോദരന്മാരെ താൻ വെറുതെ വിടുന്നു. അതുപോലെ തന്നെ അവിടെ നോക്കുക, താന് പറയുന്നു അതിൻ്റെ ദൈവം എന്നെ അയച്ചതാകുന്നു. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ സഹോദരന്മാർ ഇത് കേട്ട് നിന്നിട്ട് അവർക്ക് പോലും ഞങ്ങളല്ലേ ഇത് ചെയ്തത് എന്നൊരു കുറ്റബോധം തോന്നുക. അവരുടെ മുഖം കണ്ടിട്ട് ജോസഫ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പിന്നെയും പിന്നെയും പറയുക, നിങ്ങളല്ല, നിങ്ങൾ പാവങ്ങള് ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളല്ല എന്നെ വിറ്റത്, നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത്. അല്ലെങ്കിൽ എന്നെ ജയിലിൽ അയച്ചത് പൊത്തിഫേറും ഒന്നുമല്ല. ആ നിലയില് തനിക്കെതിരെ നിന്ന ആളുകളെയല്ല കാണുന്നത്. താൻ ഇങ്ങനെ ഈ മിസ്രൈമിലേക്ക് വന്ന് ഈ സ്ഥാനത്ത് വന്നത് ദൈവമാണ്, ദൈവം എന്നെ അയച്ചതാകുന്നു, നിങ്ങളല്ല. നിങ്ങൾക്കൊരു കുറ്റബോധം വേണ്ട, നിങ്ങളല്ല ഇത് ചെയ്തത്.
പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ നമുക്ക് ഈ നിലയിൽ വെറുതെ വിടാൻ ഒക്കുമോ? നിങ്ങളല്ല എന്നോട് ഇത് ചെയ്തത് എന്ന് നമുക്ക് അവരോട് പറയാനോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ നിന്ന് അവർക്ക് ക്ഷമ കൊടുത്ത്, ദൈവം അനുവദിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്, എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞവർ, എന്നെക്കുറിച്ച് തെറ്റായിട്ട് ചില കാര്യങ്ങൾ കണക്ക് കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്തവര്, അവരൊക്കെ ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ, അവരല്ല, അവര് വെറും പാവങ്ങളാണ് എന്ന് പറഞ്ഞ് അവർക്കൊരു കൺസെഷൻ കൊടുക്കാൻ, ഒരു സൗജന്യം കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ? നുറുങ്ങപ്പെട്ട ഒരാൾക്കേ അങ്ങനെ ക്ഷമിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മള് നുറുങ്ങപ്പെട്ട ഒരുവനാണോ അല്ലയോ എന്നുള്ളതാണ്. നമ്മള് പറഞ്ഞു തുടങ്ങിയത് 2 കൊരിന്ത്യർ 12:9 അവസാന ഭാഗം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എന്താ പറഞ്ഞത്? ഞാന് സ്വയബലമില്ലാതായിരിക്കുന്നതിൽ ഞാന് സന്തോഷിക്കുന്നു, അതിയായിട്ട് സന്തോഷിക്കുന്നു. മാത്രമല്ല, എൻ്റെ സ്വയബലം തകർന്നതിൽ ഞാൻ പ്രശംസിക്കുന്നു. കാരണം അങ്ങനെ തകർന്നാലേ എനിക്ക് ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാനും ദൈവത്തെ ചുറ്റിപ്പടരാനും എനിക്ക് കഴിയുള്ളൂ. ഒരു സ്വന്തം ബലം ഉണ്ടെങ്കിൽ എനിക്കൊരു വള്ളി പോലെ ദൈവത്തിൽ ചുറ്റിപ്പടരാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ സ്വന്തം ബലം തകരാൻ ദൈവം അനുവദിക്കുന്ന എല്ലാറ്റിനായിട്ടും നന്ദി എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയണം. ലോകത്തിന് ഈ കാര്യം മനസ്സിലാവുകയില്ല. ലോകത്തിന്റെ നോട്ടത്തിൽ എന്താ? ശക്തരായ ആളുകളാണ് മിടുക്കന്മാര്. പക്ഷെ ആത്മീയതയിൽ നേരെ തിരിച്ചാണ്. ശക്തരല്ല, ബലഹീനരായ ആളുകളാണ്, സ്വയബലം തകർന്നവരാണ്. അവരാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ആത്മീയതയിൽ അവരാണ് ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ നുറുങ്ങപ്പെട്ടവരാണോ? നുറുങ്ങപ്പെട്ട ആളിന്റെ ഒരു 7 കാര്യങ്ങൾ, 7 ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാനാണ്. നുറുങ്ങപ്പെട്ട ഒരുവൻ അതീവ സൗമ്യനായിരിക്കും. നമ്മൾ സൗമ്യരാണോ അതോ കർക്കശക്കാരാണോ? നുറുങ്ങപ്പെട്ട ഒരുവന് സൂത്രങ്ങളും ഉപായങ്ങളും ഇല്ല. നമുക്ക് സൂത്രങ്ങളും ഉപായങ്ങളും നമ്മൾ തള്ളിക്കളഞ്ഞവരാണോ? നുറുങ്ങപ്പെട്ട ഒരുവൻ തെറ്റ് സംഭവിച്ചാൽ അത് വേഗത്തിൽ സമ്മതിക്കും, അതിനെ ന്യായീകരിക്കുകയില്ല. അനുതാപം അവനോട് അടുത്തായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? നുറുങ്ങപ്പെട്ട ഒരുവന് ലോകത്തിന്റെ മാനവും ലോകത്തിന്റെ അംഗീകാരവും അവന് വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ മാനം നമ്മൾ നോക്കുന്നുണ്ടോ? ലോകത്തിന്റെ അംഗീകാരത്തിനായിട്ടാണോ നമ്മുടെ അന്വേഷണം? നുറുങ്ങപ്പെട്ട ഒരുവൻ അങ്ങനെയല്ല. അതാണ് നമ്മൾ കണ്ടത്. നുറുങ്ങപ്പെട്ട ഒരുവൻ ദൈവ സാന്നിധ്യ ബോധത്തിൽ എപ്പോഴും ജീവിക്കും. 5-ാമതായിട്ട് നമ്മൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദൈവ സാന്നിധ്യ ബോധത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. 6-ാമതായിട്ട്, നുറുങ്ങപ്പെട്ട ഒരുവൻ പ്രതികൂല സാഹചര്യങ്ങളിൽ, കഷ്ടങ്ങളിൽ അല്ലെങ്കിൽ ഉപദ്രവങ്ങളിൽ അവന് പരാതിയില്ല. അവിടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയാണിതെന്ന് കണ്ട് അവൻ ദൈവത്തോട് നന്ദിയുള്ളവനായിട്ടായിരിക്കും എന്ന് നമ്മൾ പൗലോസിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. നമ്മൾ അങ്ങനെയാണോ? ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകുന്നില്ല. പക്ഷെ അത് നല്ലതാണ്, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് എന്ന് ഹൃദയപൂർവ്വം നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? നുറുങ്ങപ്പെട്ട ഒരുവൻ നമ്മളെ ഉപദ്രവിച്ച, നമ്മളെ പരിഹസിച്ച, നമുക്കെതിരെ നിന്ന വ്യക്തികളെ കാണുകയില്ല, മനുഷ്യരെ കാണുകയില്ല. മറിച്ച് എന്ത് ചെയ്യും? ദൈവത്തെ മാത്രം കാണും. ദൈവത്തെ മാത്രം കാണും. ജോസഫ് അങ്ങനെയായിരുന്നു. സഹോദരന്മാരെ കണ്ടില്ല, തന്നെ ഉപദ്രവിച്ച സഹോദരന്മാരെയല്ല കണ്ടത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തെയാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 7 കാര്യങ്ങൾ വെച്ച് നമ്മൾ നുറുങ്ങപ്പെട്ടവരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ, ദൈവമേ, എന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെ നുറുക്കണേ. കാരണം അങ്ങനെ നുറുങ്ങിയാലേ എനിക്ക് നിന്നിൽ കൂടുതൽ ആശ്രയിക്കാൻ കഴിയുള്ളൂ. ദൈവമേ, നിന്നിൽ ചുറ്റിപ്പടരാനായിട്ട് കഴിയുള്ളൂ.
ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വയബലം തകരുന്നതാണ്. എന്നെ ഒന്ന് തകർക്കണേ, നുറുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം തലമുണക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ലോകത്തിന് ഒരിക്കലും മനസ്സിലാകാത്ത വലിയൊരു ആത്മീയ മർമ്മത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഈ രാത്രിയിൽ സംസാരിച്ചതും ഞങ്ങൾ കേട്ടതും. കർത്താവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? ദൈവമേ, അവിടുത്തെ കരങ്ങൾക്ക് അതിൻ്റെ മുമ്പാകെ നുറുങ്ങപ്പെടാൻ ഞങ്ങളെ തന്നെ മനസ്സോടെ ഏൽപ്പിച്ചു തരാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണേ. യഥാർത്ഥത്തിൽ അവിടുത്തെ കരത്താൽ നുറുങ്ങപ്പെട്ടാൽ മാത്രമേ അങ്ങേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആശ്രയിപ്പാനും കർത്താവെ അങ്ങിൽ ചാരുവാനും അങ്ങിൽ ചുറ്റിപ്പടരുവാനും ഞങ്ങൾക്ക് കഴിയൂ എന്ന് ഞങ്ങളോട് പറഞ്ഞതിനായിട്ട് സ്തോത്രം. കർത്താവെ, ആ നിലയിൽ ഞങ്ങളുടെ മുമ്പിലുള്ള നാളുകളിൽ നുറുങ്ങപ്പെട്ട സ്വയബലം തീർത്തും തകർന്നു പോയ ദൈവത്തിൽ ആശ്രയമുള്ള ആളുകളായിട്ട് കർത്താവെ ഞങ്ങളായിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആ നിലയിലായിരിക്കാൻ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ആ നിലയിൽ അവിടുന്ന് വരും ദിവസങ്ങളിൽ ഞങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എല്ലാം അവിടുത്തെ കരങ്ങൾ തരുന്നു. അവിടുത്തെ ഈ ആത്മീയ സത്യങ്ങളുടെ ഈ മർമ്മങ്ങളെ മനസ്സിലാക്കി ഈ പാതയിൽ തന്നെ നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.